പല ആൾക്കാരും ചോദിക്കുന്ന ഒരു സംശയമാണ് സാറേ, ഈ ആർത്തവ വിരാമം ഉണ്ടാകുന്ന സമയത്ത് പല പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. അപ്പം എന്താണ് അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത്? ഓക്കെ, തീർച്ചയായിട്ടും ഇത് വളരെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നീ ചോദിച്ചത്. ഈ ആർത്തവവിരാമ കാലഘട്ടത്തിൽ നിന്ന് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നമുക്കറിയാം, സ്ത്രീകൾക്ക് അറ്റാക്ക് ഉണ്ടാവാനൊക്കെയുള്ള സാധ്യത കുറവാണ്. സ്ട്രോക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇതിനൊക്കെ അവർക്കൊരു പ്രൊട്ടക്ഷനായി വർത്തിക്കുന്നത് എസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോണാണ്. അപ്പോൾ ഈ ആർത്തവ വിരാമം സംഭവിക്കുമ്പോൾ ഈ ഹോർമോണിൻ്റെ ഒരുപാട് മാറ്റങ്ങൾ വരും. ഈ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ ശരീരത്തിൽ നിന്ന് പ്രകടമാകും. മിനിമം ഒരു ആർത്തവവിരാമ ഘട്ടത്തിൽ ഈ പറയുന്ന 7ഓളം ലക്ഷണങ്ങളെങ്കിലും ഒരു സ്ത്രീ കാണിച്ചിരിക്കുന്ന പറയുന്നത്. ചിലർക്ക് രാത്രി വല്ലാതെ ഒരു അസ്വസ്ഥത വന്നിട്ട് ചിലപ്പോൾ ശരീരം മുഴുവൻ ചൂട് ഫീൽ ചെയ്യുന്ന അവസ്ഥ, ചിലപ്പം പെട്ടെന്ന് തന്നെ എമോഷണലി വയലൻ്റ് ആവുന്ന അവസ്ഥ, ചിലർക്ക് വളരെ വിഷാദം ഉണ്ടാകുന്ന അവസ്ഥ, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകും. ഈ പ്രശ്നങ്ങളുമായിട്ട് പൊതുവെ സ്ത്രീകൾ വരിക ഇത് ആർത്തവിരാമമായിട്ടുള്ള പ്രശ്നമാണെന്ന് അവരറിയില്ല. കാരണം ഈ സിംറ്റംസ് 1-2 വർഷം വരെയൊക്കെ നീണ്ടു നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ആർത്തവവിരാമ ഘട്ടത്തിൽ അല്ലെങ്കിൽ മിനോപോസിൻ്റെ ഈ ഘട്ടത്തിൽ ഒരു സ്ത്രീയുടെ ഒരു ദിവസത്തെ ജീവിതചര്യ എങ്ങനെയാണെന്നുള്ളതാണ്. നീ എന്നോട് ഒരു പൂവാണ് ചോദിച്ചത്, ഞാൻ എനിക്കൊരു പൂക്കാലം സമ്മാനിക്കാം. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ എൻ്റെ വീട്ടിലോ അല്ലെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ പേഷ്യൻസൊക്കെ വരുമോ അവർക്ക് പറഞ്ഞെടുക്കാൻ വേണ്ടി ഒരു ലൈഫ് സ്റ്റൈലാണ് ഞാൻ പറഞ്ഞുതരാൻ പോകണം. ഓക്കെ, ആർത്തവവിരാമ ഘട്ടത്തിൽ ഒരു സ്ത്രീ എഴുന്നേൽക്കുന്ന ഒരു സമയം പൊതുവെ നീ 6:30 എഴുന്നേൽക്കല്? ഒരു 5:30. ഓക്കെ, ഒരു 5:30 അല്ലെങ്കിൽ 6:30 എഴുന്നേൽക്കുകയാണെങ്കിൽ വളരെ ഉത്കണ്ഠയോടെ ആയിരിക്കും അവർ എഴുന്നേൽക്കുക. കാരണം എന്താ, ആ ഉത്കണ്ഠ വരുന്നത് എന്തുകൊണ്ടാണ്? അവരിൽ ഉത്കണ്ഠയെ തടയുന്ന എസ്ട്രോജൻ എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ അളവ് കുറയുന്നതുകൊണ്ടാണ്. അപ്പോൾ അവർക്ക് വളരെ ഉത്കണ്ഠ, ഒരു പരിഭ്രാന്തിയോടെ ആയിരിക്കും അവർ ഉണരുന്നത്. അപ്പോൾ ഇത്തരം ഘട്ടത്തിൽ ഇത് മാറ്റാൻ വേണ്ടി രാവിലെ എഴുന്നേറ്റപാട് ചെയ്യേണ്ട ഒരു ചെറിയൊരു എക്സസൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോക്സ് ബ്രീത്തിങ് എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഒരു 4 സെക്കൻഡ് നമ്മൾ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. ഓക്കെ, എന്നിട്ടൊരു 4 സെക്കൻഡ് നമ്മൾ ശ്വാസം ഹോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് 4 സെക്കൻഡ് ശ്വാസം പുറത്തോട്ട് വിടുക. എന്നിട്ട് ആ പുറത്തോട്ട് ചെയ്തിട്ട് 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. മനസ്സിലായില്ലേ? ഈ ഒരു ബ്രീത്തിങ് ഒരു 5-10 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് എന്താവും, ഇവരിലുണ്ടാവുന്ന ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് റെസ്പോൺസ് എന്ന് പറയും. ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് ചിലപ്പോൾ കടുവ വരികയാണ് അല്ലെങ്കിൽ സിംഹം നമ്മുടെ മുമ്പിലേക്ക് വരികയാണെങ്കിൽ അതിനോട് ഫ്ലൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുക. ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു മാനസികാവസ്ഥയെ തരണം ചെയ്യുക എന്നുള്ളതാണ്. ഇത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു ആക്ടിവിറ്റിയാണ് നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ നമ്മൾ ഈ ബോക്സ് ബ്രീത്തിങ് ചെയ്യുമ്പോൾ എന്താവും, നമുക്ക് സ്വസ്ഥത തരുന്ന സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ ട്യൂണാവും. ഓക്കെ, അടുത്തതായിട്ട് സ്ത്രീകൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ മെനോപോസിനോട് അടുത്ത സ്ത്രീകൾ, ഇനി അല്ലാത്തവർക്കും ചെയ്യാം കേട്ടോ, ഇത് മെനോപോസ് ആവണമെന്നൊന്നുമില്ല, അല്ലാത്തവർക്കും ചെയ്യാം. മെനോപോസിനോട് അടുത്ത സ്ത്രീകൾ ചെയ്യേണ്ട ഒരു എന്താണ്, ഇവർക്ക് ഒരു 10% എല്ലിൻ്റെ ശക്തി ആ ഒരു കാലഘട്ടത്തിൽ നശിച്ചു പോകാൻ സാധ്യതയുണ്ട് ഈ മെനോപോസ് തുടങ്ങിയ ഒരു 5 വർഷത്തിനുള്ളിൽ. അത് തടയാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റിട്ട് തന്നെ നമ്മൾ പറഞ്ഞ ഈ ബോക്സ് ബ്രീത്തിങ് ഒക്കെ ചെയ്തതിന് ശേഷം ഫിസിക്കൽ ആക്ടിവിറ്റി നന്നായിട്ട് എക്സസൈസ് ചെയ്യുക. എക്സസൈസ് ചെയ്യുമ്പം 2-3 കാര്യങ്ങളുണ്ട്. എൻഡോർഫിൻ പറഞ്ഞ ഹോർമോൺ അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇതൊരു വേദന സംഹാരിയാണ്, നമ്മുടെ മൈൻഡിൽ നമുക്കുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. അങ്ങനത്തെ ഒരുപാട് ഉപകാരങ്ങളുള്ള ഒരു ഹോർമോണാണ്. അതുമാത്രമല്ല ഇത് ആ ഒരു എക്സസൈസ് നമുക്ക് ഈ ഒരു ബോൺ മാസ് നഷ്ടപ്പെടുന്നത് തടയാനും എല്ല് തേയ്മാനം പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തടയാനും എല്ല് പവർഫുള്ളായി നിലനിർത്താനും എന്താവും, രാവിലെ തന്നെ ഈ എക്സസൈസ് ചെയ്യുന്നത് സാധ്യമാവും. അപ്പോൾ നിൻ്റെ അടുത്ത് ഇനി ഇതുപോലെ പ്രശ്നങ്ങളായിട്ട് ആരെങ്കിലും പറയുകയാണെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കുക എക്സസൈസ്. ഓക്കെ, അടുത്തതായിട്ട് 8 മണിയാവുകയാണ് അല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് കുറച്ച് സമയം അങ്ങോട്ട് ജനിച്ചാണ് ബ്രേക്ക്ഫാസ്റ്റാണ്. ഈ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ഈ മിനോപോസോടനുബന്ധിച്ച് ഓരോ സ്ത്രീയും അവർക്ക് വേണ്ട, ഞാൻ പറഞ്ഞില്ല, ഒരുപാട് പലതരത്തിലുള്ള റോളർ കോസ്റ്ററിലൂടെ നമ്മൾ ജീവിതം മുന്നോട്ട് പോകുന്ന വ്യതിയാനങ്ങളാണ് ഈ എസ്ട്രോജൻ്റെ കുറവുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നത്. അതിനെ തരണം ചെയ്യാൻ പറ്റുന്ന ഒരു ഭക്ഷണ രീതി ഫോളോ ചെയ്യേണ്ടതുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിൽ തന്നെ അത് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഈ എസ്ട്രോജൻ്റെ പോരായ്മകൾ നികത്താൻ പറ്റുന്ന ഫൈറ്റോ എസ്ട്രോജൻസ് ഭക്ഷണത്തിലൂടെ സപ്ലൈ ചെയ്യാൻ പറ്റണം. അപ്പോൾ എന്താവും, നമ്മുടെ ശരീരത്തിൽ അതുവരെ എസ്ട്രോജൻ ചെയ്ത റോള് ഇതങ്ങ് ഏറ്റെടുക്കും. അതിന് വേണേൽ നമുക്ക് ഈ ഫ്ലാക്സ് സീഡ്സ് എന്ന് പറയുമല്ലോ, ഈ ഫ്ലാക്സ് സീഡ്സ് കുറച്ചെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ, കഞ്ഞിയിൽ, അതുപോലെ പലതിലും മിക്സ് ചെയ്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. വേണമെങ്കിൽ സോയാ മിൽക്കിൻ്റെ ഒരു സ്മൂത്തി ഉണ്ടാക്കി കഴിക്കാം. ആൽമോണ്ട് ബട്ടർ അത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് മിക്സ് ചെയ്തിട്ട് അത് കഴിക്കാം. ഒരു ഉച്ച സമയം ആകുമ്പോഴേക്കും എന്താ പ്രശ്നം എന്നറിയോ,
ഈ ഒരു എസ്ട്രോജൻ്റെയും ടെസ്റ്റോസ്റ്ററോണിൻ്റെയും ഒക്കെ കുറവുകൊണ്ട് എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ, വീട്ടിലെ പല കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ ഇതിലൊക്കെ നന്നായിട്ടൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും. മെമ്മറി, ഓർമ്മകൾ, ഇതിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ദിവസത്തെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വേണമെങ്കിൽ ഒരു ഡയറി എഴുതി വെക്കുക. ചിലപ്പോൾ കുട്ടിയുടെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും, വീട്ടിലെ ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീസിലൊക്കെ ഈ ഒരു കാര്യം വല്ലാതെ ഇമ്പാക്റ്റ് ചെയ്യുമ്പം അതൊക്കെ മറന്നു പോകുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഒരു ഡയറി എടുത്തിട്ട് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് എഴുതി വെക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഫോണിലൊരു ഡയറി എഴുതി വെക്കാം, എന്നിട്ട് റിമൈൻഡേഴ്സൊക്കെ എഴുതി വെക്കുക. എന്നെ കാര്യം ഈ ഒരു സമയത്ത് ഈ ഒരു തലച്ചോറിൻ്റെ ഈ ഒരു കഴിവുകൾ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിക്കേണ്ട ഭക്ഷണം എന്ന് പറഞ്ഞാൽ മെഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. നമ്മൾ കഴിക്കുന്ന ഒരുപാട് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, പച്ചക്കറികൾ, ഇതിലൊക്കെ ഇത് ധാരാളം അടങ്ങിയിട്ടുണ്ട്. നട്ട്സ് കഴിക്കാം. ഈ ബ്രൗൺ റൈസിൽ ഒരുപാട് മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. ആർത്തവ വിരാമ കാലഘട്ടത്തിലെ ഒരു സ്ത്രീയുടെ 3 മണിയോടനുബന്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാം. ഈ ഒരു സമയത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം മുഖത്തും കഴുത്തിലും ചെവിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് ശക്തമായിട്ടുള്ള ചൂട് ഫീൽ ചെയ്യുന്നൊരവസ്ഥ, ഹോട്ട് ഫ്ലഷസ് എന്ന് പറയാം. ശക്തമായിട്ട് വേർക്കുക, തലകറക്കം, ഹൃദയത്തിൻ്റെ മിടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യങ്ങൾ ഇതൊക്കെ കാണിക്കാറുണ്ട്. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് തുളസി, സേജസ് എന്ന് പറയും, എന്താ പറയുക, പ്ലാന്റ്, അത് പല രീതിയിലും നമ്മൾ മിക്സ് ചെയ്തിട്ട് ഭക്ഷണത്തിലോ അങ്ങനെയൊക്കെ ആയിട്ട് കഴിക്കുന്നത് ചെറിയ രീതിയിൽ അതിനൊരു സഹായമാവും. ഇനി ഒരു 6 മണിയായി കഴിഞ്ഞാൽ അവർ കഴിക്കേണ്ടത് എന്താണ്, അവർ ശ്രദ്ധിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? അന്ന് രാത്രി ഒന്ന് നന്നായി ഉറങ്ങാൻ വേണ്ടിയാണ്. പലപ്പോഴും ഈ ഹോർമോൺ ചേഞ്ചിൻ്റെ കാര്യത്തിൽ ഉറക്കക്കുറക്കേണ്ട ഒരു പ്രശ്നം ഈ ഒരു കാലയളവിൽ നന്നായിട്ട് ഉണ്ടാവാറുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഉറങ്ങാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് സെറട്ടോണിൻ എന്ന്. ഈ സെറട്ടോണിൻ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു അമിനോ ആസിഡാണ് ട്രിപ്റ്റോഫാൻ. അപ്പോൾ ഈ ട്രിപ്റ്റോഫാൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് നല്ല ഉറക്കം ഉണ്ടാക്കാനും നല്ല സന്തോഷകരമായി ജീവിക്കാനും സഹായിക്കുന്ന ഒരവസ്ഥയായിരിക്കും. അപ്പോൾ എന്തിലൊക്കെയാണ് ഈ ട്രിപ്റ്റോഫാൻ ധാരാളം അടങ്ങിയത്? കോട്ടേജ് ചീസ്, ഓട്സ്, ചില പയറുവർഗ്ഗങ്ങളിലും ടർക്കിയിലും ഇത് കാണുന്നുണ്ട്. 7 മണിയാണ് ഉറങ്ങുന്നതിന് 3 മണിക്കൂർ മുമ്പ് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ബെഡ്റൂമൊക്കെ നിങ്ങളുടെ ഉറക്കത്തിന് ശാന്തമായി ഉറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. റിലാക്സേഷൻ എയ്ഡുകൾ ഉപയോഗിക്കാം. പിന്നെ ചില എസെൻഷ്യൽ ഓയിലുകൾ, പ്രത്യേകിച്ച് ലാവെൻഡർ ഓയിൽ, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഉറക്കം ശാന്തമാക്കുന്ന ഒരവസ്ഥ. റൂമിൽ വല്ലാതെ ബ്രൈറ്റ് ലൈറ്റ് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവണം. പിന്നെ നിങ്ങൾ ഫോണൊക്കെ ഒരു ഉറങ്ങുന്നതിൻ്റെ 1.5 മണിക്കൂർ മുമ്പ് തന്നെ ഓഫാക്കി വെക്കണം. കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ സീരിയൽ പോലത്തെ സംഭവങ്ങൾ, ന്യൂസുകളൊന്നും കണ്ട് കിടക്കാൻ പാടില്ല. പകരം നിങ്ങൾക്ക് മോട്ടിവേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും പോഡ്കാസ്റ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാം കേട്ടോ. നിങ്ങൾക്ക് 8 മണിക്ക് നിങ്ങൾ എന്താ ചെയ്യാന്നുള്ളത് ഇൻറ്റിമസി ആസ്വദിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ലൈംഗികപരമായിട്ടുള്ള ഒരു ഉത്തേജനം ഈ ഒരു മെനോപോസ് ഘട്ടത്തിൽ കുറവായിരിക്കും. അപ്പോൾ അതിനെ മറികടക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ആ ഒരു സമയത്ത് ചിലപ്പോൾ യോനിയിൽ ഒരു വരണ്ട അവസ്ഥ, പിന്നെ ചൊറിച്ചിൽ തുടങ്ങിയവയൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ ഇലാസ്റ്റിസിറ്റിയിലുള്ള കുറവുണ്ടാവുക, അതൊക്കെ ലൈംഗികപരമായിട്ട് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യുക, വജൈനൽ മോയ്സ്ചർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി 10 മണിക്ക് ഇവർ കിടന്നുറങ്ങാൻ പോവുകയാണ്. ആ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്, തീർച്ചയായിട്ടും ഉറക്കത്തിൻ്റെ പ്രശ്നം വല്ലാതെ അനുഭവിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഉറക്ക പ്രശ്നത്തെ മറികടക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ചില മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനുകൾ, നിങ്ങൾ ആ ഒരു ദിവസം ഉറങ്ങുന്നതിന് മുമ്പായിട്ട് അന്ന് നിങ്ങൾ നന്ദി പറയേണ്ട കുറച്ച് കാര്യങ്ങൾ എഴുതി വെക്കുക. നാളത്തെ ഒരു ദിവസം ഇന്നതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്രേറ്റ്ഫുൾ ഡേ ആവും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് പിന്നെ നിങ്ങൾ കളയോ സൂക്ഷിക്കുക, എന്താണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒരു ദിവസം അതുപോലെ നിങ്ങൾ അങ്ങോട്ട് ഫിനിഷ് ചെയ്യുക. ഓക്കെ, തീർച്ചയായിട്ടും ആർത്തവ വിരാമം ഉണ്ടാക്കുന്ന ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് എൻ്റെ ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് സഹായിക്കും എന്നുള്ള പ്രതീക്ഷയോടെ ബൈ, ബി ഹെൽത്തി.